ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമയം 11:30. നമ്മളിതാ ജസീമിൻ്റെ വണ്ടിക്ക് ഓയിൽ മാറാൻ വേണ്ടിയിട്ട് പോയിറങ്ങിയതാണ്. ജസീമിൻ്റെ സെറ്റിൻ്റെ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് പോവാണ്. ജസീം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ജസീം അവൻ്റെ വീട്ടിൽ പോയിട്ട് കാർ എടുത്തിട്ട് ഓയിൽ മാറാൻ വേണ്ടി പോവാണ്. വണ്ടി അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. വഴിയിലാവും ഗൈസ്. എൻ്റെ അഭിപ്രായം പറയാം. 1400 കോടി വേണമെന്നൊക്കെ പറയാം. കൊള്ളാല്ലേ? നമ്മൾ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം വരുന്ന ഷോപ്പാണ്. ജെസിമിൻ്റെ വണ്ടി സ്ഥിരം ഓയിൽ മാറുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മേജറായിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഈ വർക്ക്ഷോപ്പിലാണ് ചെയ്യാറ്. ഇത് നിറവങ്ങാട് ഇവിടെ പനനങ്ങല് പമ്പിനും ഷാനാസിനും ഓപ്പോസിറ്റാണ് കേട്ടോ. ഓപ്പോസിറ്റ് ശകലാകത്തോട്ട് വരുമ്പോഴാണ്. പിന്നെ ഇവിടെയാണ് ഓയിൽ മാറാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഓയിൽ മാറാൻ പോകുന്നത് മോട്ടീവിലാണ്. ഞങ്ങൾ മാറാൻ വേണ്ടി ഓയിൽ കാണിച്ചു തരാം. അടുത്ത് ഓയിൽ എടുക്കാൻ പോവാണ് കേട്ടോ. സമയം ഇപ്പോൾ 11:35. ഓയിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ എടുക്കുക കേട്ടോ. WD-30 അല്ലേ? 14 ഉണ്ടെന്ന്. 40 എത്ര വരുന്നത്? 3 ലിറ്റർ 2500 100 രൂപ 550. ഇതെടുത്തായി 40 കുറച്ച് 1.5 ലക്ഷം ഒരു കഴിഞ്ഞില്ല. പിന്നെ ഇത് എത്ര 2500 അല്ലേ? പിന്നെ എഞ്ചിൻ ഫ്ലഷിംഗ് ഫ്രീയാണ്. ഒരു എയർ ഫിൽറ്ററും വേണം, ഓയിൽ ഫിൽറ്ററും വേണം. സെല്ലിൻ്റെ MBFI മോട്ടറിൻ്റെ ഓയിൽ കൊടുത്ത് അതിൻ്റെ ഓയിൽ ഫിൽറ്ററും എഞ്ചിൻ ഫ്ലഷ്. എഞ്ചിൻ ഫ്ലഷ് ആണ് അതും കൂടെ യൂസ് ചെയ്ത് 15 മിനിറ്റ് വണ്ടി ആയിരം നിർത്തണം. ഇപ്പോൾ വണ്ടി 15 മിനിറ്റിന് ആയിരം നിർത്തണം കേട്ടോ. മോട്ടറില്ല കേട്ടോ. നമ്മൾ ഓയിൽ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ചെയ്തോ. അത് ആക്ച്വൽ പ്രൈസ് 525 കേട്ടോ. ഞാൻ മാറി ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യണം. അപ്പം 15 മിനിറ്റ് കയറ്റി ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ എടുത്ത് ഓയിൽ ഫിൽറ്റർ ഒരു പ്രാവശ്യം നമ്മൾ ഓയിൽ ഫിൽറ്റർ എടുത്ത് ഒരു പണി എടുത്തിട്ടുണ്ടായിരുന്നു. കൊത്തൽ വീണിട്ട് അവിടെ നിന്ന് ഓയിൽ മൊത്തം ട്രെയിനായി പോയിക്കൊണ്ടിരിക്കും. ഓയിൽ ഫിൽറ്റർ മോട്ടറിൽ ഓയിൽ
ഫീലിംഗ് അത് ഇപ്പം തന്നെ മാറണം. 5 ടു അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് അവൻ ഇപ്പം തന്നെ ഓയിൽ മാറണം. അതെ അതെ മാറണോടാ സമയം എടുക്കണോടാ. ഫ്ലഷ് ഫ്ലഷ് എന്താണ് ഒന്നുമില്ല പറ ഞാൻ പറഞ്ഞോളാം. അത് വേറെ പോകുമ്പോഴേ ഓയിൽ ഫിൽറ്റർ മാറി, എയർ ഫിൽറ്റർ മാറി, എൻജിൻ ഫ്ലഷ് ചെയ്ത ഓയിലും കളഞ്ഞു. ഇനി മോട്ടോർ ഇത് ഇത്ര ഇല്ല. ഇനി ഓയിൽ മാറാന്നുള്ള പ്രൊസീജിയറാണ്. ഒരു ദിവസം മതി. ഓയിൽ മാറി. ഇനിയിപ്പം അടുത്ത പരിപാടിയുണ്ട്. വന്നിട്ട് പോയി പറയാം. പൈസ അടച്ചിട്ട് വാ. സോ ദിസ് ഈസ് പാർട്ട് 3 ഓഫ് KTM RC390. ഇന്ന് നമ്മൾ ചേസ് എടുക്കാൻ പോവാണ്. ചേസ് റെഡി ആയിട്ടുണ്ട്, ചേസും അലൈസും റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജെസിമിന് വേണ്ടിയിട്ട് ഓയിലും കൂടെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ചേസ് എടുക്കാൻ വേണ്ടി പോവാണ്. ജെസിമിൻ്റെ പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചേസ് എടുക്കുക, അലൈസ് എടുക്കുക, എന്നിട്ട് അത് കൊണ്ടുവന്നതിന് എൻ്റെ പെയിൻറ്റിങ് ചെയ്യേണ്ടി വരും. കാരണം ഹീറ്റ് ചെയ്താൽ അവർ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ അത് പെയിൻറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പെയിൻറ്റിങ്ങിന് കൊടുത്ത് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വണ്ടി അങ്ങനെ കവടിയാർ എത്തി കേട്ടോ. ജസീം ഫോണിലാണ്. ഞങ്ങൾ കവടിയാർ സിഗ്നലിലെത്തി. ഇനി ഇവിടെ നിന്നൊരു അരമണിക്കൂർ കൂടെ ഉള്ളൂ. കരമനയാണ്. കരമന നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകണ വഴിക്കാണ്. 15-20 മിനിറ്റ് നമ്മളിവിടെ എത്തി. ഓക്കെ ഗൈസ്, ഇതാണ് ട്രാഫിക് ആയിട്ട് ഇവിടുത്തെ. ഷിബിൻ അടിയിൽ ഷിബിൻ്റെ വണ്ടിയിൽ ചെയ്തതാണ് കേട്ടോ. പുതിയ സ്റ്റിക്കർ. സ്പോട്ട് എത്തി കേട്ടോ. അവിടെയാണ് ചേസ് അവിടെ ഇരിക്കുന്നത്. അലൈസ് വണ്ടി എത്തിയിട്ടുണ്ട്.
സ്കൂളിലായിട്ട് അലേസും എല്ലാം എടുത്തിട്ടുണ്ട്. ജെയ്സ് എല്ലാം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാക്കി പെയിൻറ്റ് ചെയ്യുന്ന ശേഷം എല്ലാം ആവശ്യം പെയിൻറ്റ് ചെയ്ത ശേഷം കാണിക്കാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ട് ജെയ്സിന് അത്യാവശ്യം ചെറിയൊരു ഈ ഒരു പെൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങളെ കാണിക്കുക എന്താണെന്നുള്ളതൊക്കെ. ഇത് എല്ലാത്തിൻ്റെയും പ്രൈസും വണ്ടി ഇനി എത്ര രൂപ ആവും, ഇനി എന്തൊക്കെ സ്പെയർ വേണ്ടി വരും, എല്ലാത്തിൻ്റെയും ഫുൾ ലിസ്റ്റ് എടുക്കാം. ഇപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ ഇത് ഇവിടെ വെച്ച് ഈ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യണം. കാരണം ഇത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗ് പോലെ ചെയ്തതേ ഉള്ളൂ. ഈ ചേസ് എടുക്കുന്ന കേസ് പിന്നെ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ജെസ്സിമിന് വേണ്ടിയിട്ട് ഓയിൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് ഇറങ്ങിയത്. ജെസ്സിന് വേണ്ടിയിട്ട് ഓയിൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് റെഡി ആയെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതും കൂടെ എടുക്കാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗായിട്ട് ഇത് ചെയ്യുകയാണ്. ഇതിൻ്റെ എഞ്ചിൻ ക്ലീൻ ആക്കുന്നതും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എഞ്ചിൻ്റെ കവർ, അത് ആ ഭാഗങ്ങളെല്ലാം ഒന്ന് പ്രത്യേകം തിരിച്ച് കയറ്റാന്ന് വിചാരിച്ചു. അതെ, വണ്ടിയുടെ എഞ്ചിനും ബാക്കി പാർട്സ് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം മൊത്തം ചെളിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാൻ്റെ കൂട്ടത്തിലും ഇത് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നതും ഇത് പെയിൻറ്റ് ചെയ്ത് കിട്ടിയതും പിന്നെ എഞ്ചിൻ ക്ലീനിങ്ങും എല്ലാം കൂടെ ആയിട്ട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. വിത്തിൻ ഒരു 2-3 days അടുത്ത വീണ്ടും ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഓക്കെ, ബൈ ഗൈസ്.